യുദ്ധക്കപ്പലുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിസൈൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ സാധനം കേട്ടോ. ഇത് ഒറിജിനലാണ്, നിർവീര്യമാക്കിയതായിരിക്കും. ഇതിവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു മാരിടൈം മ്യൂസിയത്തിലാണ്. അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണിത്. കണ്ടില്ലേ, 2 എണ്ണം ഉണ്ട്. ടോർപിഡോസ് എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. അത് അത്യാവശ്യം എത്ര 2 മീറ്റർ നീളം കാണും. ഇത് കണ്ടില്ലേ, ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന കേസാണ്. കഫിൻ എന്നാണ് അവർ പറയുന്നത്. ടോർപിഡോ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മിസൈൽ. പണ്ടത്തെ യുദ്ധക്കപ്പലുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മിസൈലാണിത്. ഈ മിസൈലുകൾ അന്തർവാഹിനികളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ടില്ല, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. ഇത് മറ്റേ വിമാനങ്ങളൊക്കെ, യുദ്ധവിമാനങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള മിസൈലാണിത്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഉള്ളത് ഞങ്ങളൊരു മാരിടൈം മ്യൂസിയത്തിലാണ്. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. ഇതൊരു ഷിപ്പിൻ്റെ എഞ്ചിനാണ്. ഇവിടെ പണ്ടുണ്ടായിരുന്ന ഈ ബ്ലഫിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഷിപ്പിൻ്റെ എഞ്ചിനാണ്. വർക്കിംഗ് മോഡലാണെന്നാണ് അവർ പറയുന്നത്. ഇത് എന്തോ ഒരു 3 എഞ്ചിൻ സിസ്റ്റം അങ്ങനെ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഇതൊന്ന് അതിൻ്റെ ഒരു പാർട്ട് ഇതാണ്. അപ്പുറത്തേക്ക് കാണുന്നത് വേറൊരു ഭാഗം. ഇത് കണ്ട, എഞ്ചിൻ്റെ ശരിക്കുള്ള കപ്പലിൻ്റെ എഞ്ചിൻ തന്നെയാണിത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ കണ്ടത് കണ്ടോ, ഈ ചാക്ക് കണ്ടോ, ഇത് മറ്റേ ജൂട്ടിൻ്റെയാണ്. ഇത് നമ്മൾ പണ്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒത്തിരി കയറ്റുമതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഓയിസ്റ്ററിൻ്റെ ഷെല്ലുകൾ. കണ്ടില്ലേ എന്ത് വലുപ്പമാണ് നോക്ക് ഓയിസ്റ്റർ. ഇതിൻ്റെ പുറത്ത് ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒറിജിനൽ ബോട്ടാണ് കേട്ടോ. അത് പണ്ട് ഇവിടെ ഇവർ ഓയിസ്റ്ററിങ്ങിന്, ഈ ബ്ലഫ് എന്ന് പറഞ്ഞ സ്ഥലം ഓയിസ്റ്റർ ഒത്തിരി ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർ ഒത്തിരി പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടായിരുന്നു ഇത്, മോണിക്ക എന്ന് പറഞ്ഞത്. ഇതൊരു ഫാമിലി അവർ ഇതിൻ്റെ കാലം കഴിഞ്ഞപ്പം ഇവർക്ക് ഡൊണേറ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. ഭയങ്കര വലിയ ബോട്ടാട്ടോ. മോണിക്ക എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. ആ, ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഓയിസ്റ്റർ വാരാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലകളൊക്കെയാണ്, ഗംഭീര വലകളാണ്. കണ്ടില്ലേ, ഇരുമ്പിൻ്റെ വലിയ ചങ്ങലകളാണ്. കോരിയും എടുക്കുവാണ്. പക്ഷേ അത് അടിത്തട്ടിൽ ഇങ്ങനെ ഉണ്ടാവുകയാണല്ലോ, എല്ലാം കൂടി കിടക്കുകയല്ലേ ചെയ്യുക, എല്ലാം കോരി എടുത്തിട്ട് വരിക ചെയ്യുക. ഇതാണ് ആ ബോട്ടിൻ്റെ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. അടിപൊളിയല്ലേ ഈ ബാക്കിൽ കാണാൻ. ഇതാണ് ഇവിടുത്തെ ബ്ലഫിലെ പോർട്ട്. ഇപ്പോഴും ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാർബറാണത്. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്. പ്രൈവറ്റ് ബോട്ടുകൾ ചുമ്മാ ആൾക്കാർ പ്രൈവറ്റായിട്ട് മീൻ പിടിക്കാൻ പോകും. സ്വന്തമായിട്ടൊക്കെ ബോട്ടുള്ളവരൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ബോട്ട് ഇറക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അവിടെ ഇറക്കിയിട്ട് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി. അത് കണ്ടില്ല, ലോറിയിൽ കൊണ്ടുപോകുന്നതാണ്ടോ തടികൾ. അത് കപ്പലിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണത്. നമുക്കത് ക്യാപ്റ്റൻ്റെ ക്യാബിനിലൊന്ന് കയറി നോക്കാം. ഇതാണ് കേട്ടോ ക്യാപ്റ്റൻ്റെ ക്യാബിൻ. ഇവിടെ വന്നിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിതിൻ്റെ അടിയിൽ ഒന്ന് പോയി നോക്കാം. ഇവരുടെ കിച്ചണായിരുന്നു എന്ന് തോന്നുന്നു. ബോട്ടിൻ്റെ കിച്ചണാണ്. അതുപോലെ ഇതാണ് അതിൻ്റെ അടിത്തട്ട്. ഇങ്ങോട്ട് പോരടി സോ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ബാ, ഇത് കണ്ടില്ല, ആൾക്കാർ വേറെ കടന്നുറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലം. ബെഡുകളാണ്, അവരുടെ ബെഡുകളാണ് ഇതൊക്കെ. ഇത് മെഷീൻ്റെ ഭാഗം തന്നെയാണ്, ഒരു മെഷീൻ്റെ ഭാഗമാണ് ഇത്.
ഇവിടെ നിന്നാണിത് ചായക്ക് വീതാ. ഇവിടെ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ കണ്ട. ഇതിൻ്റെ എൻജിനാണിതാ, ഈ ബോട്ടിൻ്റെ എൻജിനാണ് കണ്ട. ഉള്ളി ഇരുട്ടാട്ടോ ഇതിനകത്ത്. ഞാൻ മൊബൈലിൻ്റെ ലൈറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. സോ ഇവിടെ പുറത്തേക്ക് വാ. ഇതാണ്ട് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് എൻജിൻ റൂം. നല്ല തുറന്നിട്ടോ, നല്ല വെട്ടം കിട്ടും. ഇവിടെ വെട്ടമില്ല. ഇതാട്ടോ അതിൻ്റെ എൻജിൻ. കോണി കൂടെയാണ് നമ്മൾ മുകളിലേക്ക് ഞാൻ കയറിപ്പോയത്. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. ഇതുപോലെ ഇവിടെയാണ് ആൾക്കാർ, എന്താ പറയുക, ഇവരുടെ ഡൈനിങ് ഏരിയ ആണിത്. ഇത് ഇവരുടെ ഡൈനിങ് ഏരിയ. ആ കാണുന്നതാണ് കിച്ചൺ. ഇതാ അവരുടെ അടുപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്ക് എത്തിയിരിക്കും. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലെത്തി. ഇതാ ഇവിടെ നിന്നിട്ടാണ് ഈ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ഫിഷിംഗ് ബോട്ട് തന്നെ. മോണിക്കാറ്റു എന്നുള്ള ബോട്ടാണിത്. 1909 ഈ ബോട്ട് ഉണ്ടാക്കിയത്. പഴയ എന്താ പറയുക സിഗ്നലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് ആ ഓയിസ്റ്റർ വാരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്രെയിനിൻ്റെ എൻജിൻ. ഇതാണ് കേട്ടോ. ഇതിൻ്റെ മോട്ടറൊക്കെയാണ് നമ്മൾ താഴെ കണ്ടത്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കണ്ടില്ലേ? ഇതിൻ്റെ പ്രൊപ്പലറൊക്കെ കണ്ടില്ലേ? അടിപൊളി ബോട്ടല്ലേ? ഇത്രയും പഴക്കമുണ്ട് കേട്ടോ. 1909 ഉണ്ടാക്കിയിട്ട ബോട്ടാണത്. കഴിഞ്ഞ് നമുക്ക് ബാക്കി അടുത്തുള്ള അകത്തെ കാഴ്ചകൾ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. അകത്ത് ഒത്തിരി ഡിസ്പ്ലേകളുണ്ട്. അതൊക്കെ കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ലേ? ഇവർ കോരുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കോരുന്നതെന്നുള്ളത് കണ്ടില്ലേ? ഓയിസ്റ്റർ, അതായത് ഈ സാധനം അടിയിലോട്ടിടും, കോരിയും കിടക്കും. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലുള്ള സാധനം കേട്ടോ. ഇതല്ലേ വലിയ ലെൻസിൻ്റെ ഗ്ലാസ്സുകളാണ്. ഇത് ഒറിജിനലാണ്. ഇത് സ്ഥലത്തെ ലൈറ്റ് ഹൗസ് ഇതാക്കിയപ്പോൾ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് വന്ന ലൈറ്റാണ്. കണ്ടില്ലേ? എത്ര ബൾബുകളാണ് നമുക്ക്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കത്തി ചെയ്യുന്നത്. അപ്പം ആ ഒരു ഈ ഗ്ലാസിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒത്തിരി ദൂരത്തേക്ക് ആ വെട്ടം പോവും. വേണ്ട, വലിയൊരു ഗ്ലാസിൻ്റെ ഒരു കൂടാണത്. ഇതിവിടെ ഉണ്ടായിരുന്നൊരു കപ്പലിലെ ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ്. ഈ കപ്പലിൻ്റെ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. അവരത് മൊത്തം പീസാക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുവാണ്. ആ ബോട്ടിൻ്റെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ആ ബോട്ടിൻ്റെ മൊത്തം പീസുകളാണ് ഇവിടെ ഉള്ളത്. In 1916, the whole tower was encased in a thick layer of concrete, and the distinctive bands of black and white paint were retained. കേട്ടോ, ഇവിടെ ഉള്ളൊരു ഐലൻഡിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടേക്ക് ജോലിക്കാർ പണ്ട് പോയിക്കൊണ്ടിരുന്നത്, അതായത് ബോട്ട് അത്ര തീരത്തോട് അടുക്കൂലല്ലോ. അപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് പിന്നെ അവർ ഇത് തുഴഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. 6 മാസം കൂടുമ്പോൾ അവർ ചെക്ക് ചെയ്തേ ഉള്ളൂ. പണ്ട് അവരങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന അടുത്തോട്ട് പോകാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിങ്കിയാണിത്. 1954 എലിസബത്ത് രാജ്ഞി ബ്ലഫ് സന്ദർശിക്കാൻ വന്നപ്പം പുള്ളിക്കാരി വെച്ചിട്ട് പോയതാണിത്. അതിൻ്റെ പുള്ളിക്കാരിയുടെ ഒപ്പാണത്.
ഇതാണ് ഇവിടുത്തെ ഈ മേയർമാരൊക്കെ ഇടുന്ന ചെയിന്. നമ്മുടെ ഗോറിലെ എന്താണ് പറയുക, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ക്രിസ്മസ് പരേഡിന് അവിടുത്തെ മേയർ പുറത്തിറങ്ങി വന്നപ്പം ഇങ്ങനത്തെ ഒരു ചെയിൻ, വലിയൊരു ചെയിനായിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി മ്യൂസിയം കേട്ടോ. കാർഗിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. ഇതൊരു വിമാനമല്ല കേട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട മിസൈൽ വെള്ളത്തിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പം വെള്ളത്തിൽ വന്നിട്ട് തട്ടിയിട്ട് ആ കോണ്ടാക്റ്റിൽ ഫോൾസ് ഇതാക്കിയിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് വരുന്നത്. ഇതിൽ വന്ന് വെള്ളത്തിൽ പതിക്കും, പിന്നീട് ഇത് തന്നെ മൂവ് ചെയ്യും, പിന്നെയാണ് ഇത് തുറന്നിട്ട് മിസൈൽ പോകുന്നത്. ഇതാ വെള്ളത്തിനടിയിൽ മുങ്ങാൻ ഉപയോഗിക്കുന്ന ഡൈവിങ് സ്യൂട്ട് കണ്ടില്ലേ, വെയിറ്റ് കെട്ടി തൂക്കിയിട്ടൊക്കെ കണ്ടില്ലേ, വെള്ളത്തിലോട്ട് അടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഷിപ്പിലുള്ള ടെലഗ്രാഫ് സിസ്റ്റം. പിന്നെ അതിൻ്റെ കൺട്രോളറുകൾ ആണ്. റഡാർ സ്ക്രീന് ശരിക്കും ഒരു യുദ്ധക്കപ്പലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്, അതെടുത്ത് ഇവർ വെച്ചതാണ്. ഇത് കണ്ടില്ലേ, വലിയ റഡാർ സ്ക്രീന്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇതാണ് കേട്ടോ ബോഫോർ ഗണ്ണ്. ഇത് ഇവിടുത്തെ ഇത് ശരിക്കും ഒരു യുദ്ധക്കപ്പലിലുണ്ടായിരുന്നതാണ്, അവർ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചതാണ്. മറ്റേ വിമാനത്തിനെയൊക്കെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഷിപ്പിലുള്ള ഗണ്ണാണിത്. സിനിമകളിലൊക്കെ കാണാം, അല്ലെങ്കിൽ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ മിക്കതിലും ഉണ്ടാവുമല്ലോ ഇത്. നല്ല ഒരു അതിനകത്ത് ഇരിക്കാനുള്ള സമയം, അതിലിരുന്നുകൊണ്ട് തന്നെയാണ് അത് വെടിവെക്കുന്നത്. ഇത് കറക്കുവാണത്. ലണ്ടനിലേക്ക് 18,958 കിലോമീറ്റർ, സൗത്ത് പോളിലേക്ക് 4,810 കിലോമീറ്റർ ഉള്ളൂ. ഇൻവർ കാർഗിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മ്യൂസിയത്തിലേക്ക് വരണം കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്.